ഭക്ഷണത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നൊരു സമയമാണ് ഇപ്പോൾ വീട്ടിൽ ജോലി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവരെയൊക്കെ ജസ്റ്റ് വിളിക്കുക, എന്തെങ്കിലും ആവശ്യമുണ്ടെന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പാട്ടോ. ഇപ്പോൾ ഫ്രഷൊക്കെ എണിച്ച് ഫ്രഷൊക്കെ വന്നോളൂ. മുടിയൊന്നും നോക്കൊന്നും വേണ്ട, കാരണം മുടി വെട്ടാനായിട്ടുള്ള സംവിധാനമൊന്നുമില്ല. ക്ലോസ്ഡ് അല്ലേ, ബാർബർ ഷോപ്പ് ക്ലോസ്ഡാണ്. കുറേ ദിവസം മുടി ഇങ്ങനെ വെട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത്തേക്കും ക്ലോസ്. രാവിലെ ഉപ്പുമാവാണ്. നമുക്ക് വെള്ളിയാഴ്ച ഒന്നുമില്ല, എല്ലാ ദിവസവും ഉപ്പുമാവ് കേട്ടോ. വെള്ളിയാഴ്ച മാത്രം നമ്മുടെ കുക്കുണ്ട്, നമ്മുടെ പുള്ളി വന്നിട്ട് എല്ലാ രാവിലെ വെള്ളിയാഴ്ച രാവിലെ വന്നിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി. ഇന്ന് ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ്. അതൊരു സുറു ഇന്ന് കിച്ചണിൽ ചെന്ന് നോക്കാം എന്തൊക്കെ പരിപാടി എന്നുള്ളത്. ഇവിടെ ചിക്കൻ മസാല അല്ലേ, മസാലയല്ലേ ഇത്? ചിക്കൻ മസാല റെഡി ആയിക്കാണ്. എന്താണ് ഇപ്പോൾ ചോറിനുള്ള സംഭവങ്ങൾ റെഡിയാണ്. നമ്മളിവിടെ സലാഡിനുള്ള സംഭവങ്ങൾ തൈര് ഒഴിക്കുന്നില്ല കേട്ടോ. നമ്മൾ തൈര് ഒഴിക്കുന്നില്ലല്ലോ. മാവ് റെഡിയാണ്. ഒരുത്തോടെ ഒന്ന് ഉപ്പുമാവ് അടിക്കണുണ്ടോ? നവാസ എന്നുണ്ട് ഉപ്പുമാവ്? അടിപൊളിയാണ്. എന്നുണ്ട് നവാസിന്റെ ഏലക്ക ചായ. ഇവിടെ മൊബൈല്. ഞാൻ ഉപ്പുമാവ് കഴിക്കാൻ പോട്ടെ. പഴമുണ്ട്, പക്ഷെ പഞ്ചസാര ഇട്ട് കഴിക്കാനാ സുഖം. ഈ മാസത്തെ മെസ്സ് ഞാനാണ് നടത്തുന്നത്. ഇവിടെ ഓരോ മാസവും ഓരോ ആളുകളെ മെസ്സ് നടത്തുന്നത്. അപ്പോൾ ഈ മാർച്ചിലുള്ള മെസ്സ് ഞാനാണ് നടത്തുന്നത്. തീരാറായി. ഇപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ടുള്ള ഉച്ചക്കത്തെ ബിരിയാണി കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ ബിരിയാണിയാണ്. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഞാൻ ജസ്റ്റ് പാലിലൊരു ലുലുവിൽ ഒരു സാധനം മേടിക്കാനുണ്ട്. ക്ലീൻ ചെയ്ത് തരും. കാര്യം ജസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് ഇതുപോലെ നമുക്ക് തരും. ഹാൻഡ് നന്നായിട്ട് കഴുകാം. അവസ്ഥ കേട്ടോ. മീനുകൾ നല്ല അടിപൊളിയായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. നല്ല ഡിസൈൻ ചെയ്ത് ചെയ്യാം. കുഞ്ചുണ്ട്. 1 കിലോ. മൊബൈൽ എടുക്കണ കുഴപ്പമില്ലല്ലോ. സാധനം മേടിച്ചു, നമ്മുടെ ഓയിൽ മേടിച്ചു. എത്ര സാധനം മതി കിട്ടും. കാര്യം നമ്മളിവിടെ വന്ന ഓൾറെഡി മേടിച്ചു. അവസ്ഥ ഇതാണ്, മൊത്തം ക്ലോസ്ഡാണ്. എന്തായാലും വളരെ സന്തോഷം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകളെങ്കിലും ഗവൺമെന്റ് പറയുന്ന ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട് ആളുകൾ ആ ഒരു തീരുമാനത്തെ അനുസരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ചില ആളുകളൊക്കെ പുറത്തിറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷെ അത്യാവശ്യക്കാരായിരിക്കാം അത്. ഇവിടെ ഒരു ഭാഗത്ത് ഒരു മനുഷ്യന് പോലും വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ഇന്നലത്തെ ബിരിയാണിയുടെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് കഞ്ഞിയാണ് കേട്ടോ. ഇതാ കഞ്ഞിയും എന്താണ് സംഭവം? കഞ്ഞിയുണ്ട്, ചെറുപയറുണ്ട്, മത്തി പൊരിച്ചുണ്ട്, അച്ചാറുണ്ട്, ചമ്മന്തി ഉണ്ട്. അങ്ങനെ ഇത്ര ഐറ്റംസ് കൂട്ടിയിട്ട് ഇന്ന് ശനിയാഴ്ച നല്ല കഞ്ഞി അടിക്കുകയാണ്. ഇതാ നമുക്ക് ചാള ഭയങ്കര ഇഷ്ടമാണ്. അതാണ് നമ്മളിപ്പോൾ സാധനം മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓരോ ദിവസം റൂമിൻ്റെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇതെന്താ സംഭവം? മാസ്ക്, മാഫി മാസ്ക്, لا ماسك لا ماسك في ماسك هذا 95 ماسك N95. what is this? N95 65 في مشكلة. في ماسك، في تاني ماسك. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ഏത് ദിവസം അറിയാമോ? April 2. ഞങ്ങൾ ലുലുവിൽ വന്നിരിക്കുകയാണ്. ഫാഹിൽ ലുലുവിൽ അത്യാവശ്യം ഒന്നിട്ട് സാധനം മേടിക്കുക. എന്താ സംഭവം അറിയാമോ?
ചിലർ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ഇറങ്ങിയതാണ്. നോക്കട്ടെ, ലുലു പോയി നോക്കട്ടെ. അവിടെ ക്യൂ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഞങ്ങൾ കുറച്ച് മുമ്പ് വന്നിട്ട് തിരിച്ചു പോയതാണ്. അതായിരുന്നു അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. വെയിലത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പോയി. ടാക്സിക്കാരൻ ബോസ് ചെകുത്താന്റെ റാഞ്ചിയാളാണത്. ചെകുത്താന്റെ റാഞ്ചിയാണ്. പുള്ളിക്കാരൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നേരെ ഫാഹിൽ ലുലുവിന് മുമ്പിൽ വന്നാൽ മതി. ചെകുത്താനെ കാണണമെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ടാക്സി ബോസിനെ കാണാം. നമ്മൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരിട്ട് വന്ന് തെറി വിളിക്കണമെങ്കിൽ നേരത്തെ പോരാ. അപ്പോൾ ലുലുവില് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. മാസ്ക് വേണം, ഗ്ലൗസ് ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ നിന്ന് കിട്ടുമായിരിക്കും. മാസ്ക് ഇവിടെ വേണം, മാസ്ക് വേണം. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഫ്രഷ് ആയിട്ടിരിക്കുന്നത് കണ്ണട വെച്ചില്ല. അപ്പോൾ കുളിച്ച് ഫ്രഷായി, രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷാകും. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒരു മടിയാവും. അപ്പോൾ രാവിലെ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുക, പ്രെയർ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നേരെ കുറച്ചേരം പറ്റുമെങ്കിൽ കിടക്കുക, എന്നിട്ട് കുളിച്ച് ഫ്രഷായി ചായ കുടിച്ച് പിന്നെന്താ വീഡിയോ ചെയ്യും. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവില്ല എൻ്റെ ന്യൂസ് റിപ്പോർട്ടിങ്. റൂമിൽ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് ന്യൂസ് റിപ്പോർട്ടിങ്. അപ്പോൾ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് വരാം, നമുക്ക് ജസ്റ്റ് പോയി നോക്കാം പിന്നെ എന്താ ഉള്ളത് നോക്കട്ടെ. കിച്ചണിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്വന്തം റിസ്ക് തന്നെയാണ്. എന്തായാലും കുബൂസ് എന്തെങ്കിലും ഉണ്ടാവും, കറി ഉണ്ടോയെന്ന് നോക്കാൻ മാത്രം. അപ്പോൾ നമുക്ക് കുബൂസ് കഴിക്കാം. എല്ലാ ദിവസവും രാവിലത്തെ കുബൂസ് തന്നെയാണ്. ഈ ഒരു കുബൂസാണ് നമ്മൾ സാധാരണ ഇവിടെ മേടിക്കാറ്. ജമ്മികളിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് കുബൂസ് കഴിച്ചിട്ട് കറിയൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടാക്കണം. ഒന്ന് മയോണൈസ് ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ ചെറിയൊരു ആലോചന. അപ്പോൾ നമുക്ക് മയോണൈസ് ഒന്ന് ഉണ്ടാക്കി നോക്കാം രാവിലത്തെ കുബൂസിന്. ഓക്കെ, നമുക്കിപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് മയോണൈസ് ഉണ്ടാക്കുക എന്നുള്ളത്. ഒരു വീഡിയോ ഷാബൂസ് ഫ്ലേവർ എന്ന് പറയുന്ന ഒരു ചാനൽ കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ആദ്യമേ ഒന്ന് ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മയോണൈസ് മുട്ട കൊണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മുട്ട ചേർത്തിട്ടാണ് ഒരു മയോണൈസ് ഉണ്ടാക്കുന്നത്. എന്തായാലും കഴിക്കാം. അപ്പോൾ നമ്മുടെ മയോണൈസും കുബൂസും നൈസ് കുബൂസ് കേട്ടോ, നൈസ് പത്രിയാണ്. നമുക്ക് ഇതിനെ തൂമെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. നമ്മൾ ഈ ഷവർമയൊക്കെ മേടിക്കില്ലേ, ഷവർമയൊക്കെ മേടിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ അകത്ത് ഇങ്ങനെ എത്തിച്ചേരുന്ന ഒരു സംഭവമുണ്ട്, തൂമ്, മയോണൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തായാലും മയോണൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ലൂസായിട്ടുണ്ട്, ഓയിൽ ഒഴിക്കുന്നതോറും അതിന് തിക്കായിട്ട് വരും. എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള ഇതായിട്ടുണ്ട്, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. വളരെ സിമ്പിളാണ്. ഒരു മുട്ട ഒഴിച്ച് 2 മിനിറ്റിനുള്ള സംഭവം റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കുബൂസിൻ്റെ ഒപ്പം മയോണൈസ്, നമ്മുടെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ മയോണൈസ് ചേർത്തിട്ട് ഒരു പിടുത്തം. ഷാബൂസ് ഫ്ലേവറിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. എന്തായാലും നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. വീണ്ടും മറ്റൊരു കഞ്ഞി ദിവസത്തേക്കും കൂടെ വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമുക്ക് കഞ്ഞിയും പയറും അതുപോലെ തന്നെ കൊഴുവ പൊരിച്ചതുണ്ട് കേട്ടോ. ഈ കൊഴുവ പൊരിച്ചത് ഫ്രഷ് അല്ല, ഫ്രോസൺ ആണ്. നമ്മൾ നേരത്തെ മേടിച്ച് വെച്ചിട്ട് അതിപ്പോൾ എടുത്തതാണ്. അപ്പോൾ ഇന്ന് കഞ്ഞിയും കൊഴുവയും, അച്ചാറുണ്ട്, പപ്പടമുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും കഞ്ഞിയൊന്നുമല്ല കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലിരിക്കുമ്പോൾ ലൈറ്റ് ഫുഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഓരോ ദിവസം കഞ്ഞിയാക്കുന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ കുവൈത്തിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ ജോലിയില്ലാതിരിക്കുന്നുണ്ട്. മിക്കവാറും ടാക്സിക്കാർ, കടകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ബാർബർ ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഭക്ഷണത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നൊരു സമയമാണ് ഇപ്പോൾ കുവൈത്തിൽ, ജോലിയില്ലാത്തതുകൊണ്ട്. ഭക്ഷണമൊക്കെ കിട്ടാനുണ്ട്, കടകളിലൊക്കെ ഉണ്ട്, പക്ഷേ മേടിച്ച് ഉപയോഗിക്കാനായിട്ടുള്ള പൈസ, വരുമാന കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം കുറച്ചൊക്കെയാണ് എല്ലാ ആളുകളും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വരുമാനമൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ടാക്സി ഉള്ള ആളുകൾ, ടാക്സി തൊഴിലാളികളെ, അതുപോലെ തന്നെ ബാർബർ ഷോപ്പിൽ, കടകളിൽ ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ മാക്സിമം സഹായിക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ടാക്സി വിളിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ആൾക്കാരെ ഒന്ന് ജസ്റ്റ് വിളിക്കുക. അപ്പോൾ സ്ഥിരം മുടി വെട്ടാൻ പോകുന്ന ഷോപ്പുകളൊക്കെ ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് മുടി വെട്ടി തരുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ജസ്റ്റ് വിളിക്കുക, എന്തെങ്കിലും ആവശ്യമുണ്ടെന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ജോലിയുള്ള ആളുകളുണ്ട്, ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ ഉള്ള ആളുകൾ ഈ ഒരു സമയത്ത് മറ്റുള്ളവരെയൊക്കെ ഒന്ന് സഹായിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വീണ്ടും നമുക്ക് നല്ല നല്ല വ്ളോഗും ന്യൂസുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.
അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഒരു ദിവസം നേരുന്നു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചാനൽ കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.